ഹലോ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? പല്ലുവേദനയെക്കുറിച്ചാണ്. പല്ലുവേദന എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പല്ലുവേദന വരുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്ന് വെച്ചാൽ തല തൊട്ട് തലയിലാണോ പല്ലിനാണോ എവിടെയാണോ വേദനയെന്ന് അറിയത്തില്ല. നമുക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്ത ഒരവസ്ഥ. പല്ലുവേദന വരുമ്പോൾ നമ്മൾ ഉപ്പുവെള്ളമൊക്കെ നമ്മൾ വായിക്കൊള്ളും. അതുപോലെ തന്നെ ചെറിയ ചെറിയ നാട്ടുമരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ചിലപ്പോൾ അതിൽ മാറും, ചിലപ്പോൾ അതിൽ മാറത്തില്ല. എങ്കിലും പല്ലുവേദന എന്ന് പറയുന്നത് നമുക്ക് അതിഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് പല്ലുവേദന. കാര്യം നിസ്സാരമാണെങ്കിലും പ്രശ്നം ഗുരുതരമെന്ന് പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയാണ് പല്ലുവേദനയെ പറ്റി. ഇപ്പോൾ പല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ദന്തൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് വാങ്ങി ഒന്നി പല്ലെടുത്ത് കളഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ പല്ലില്ലാതെയാകും. പിന്നെ അതല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിട്ട് പല്ല് നേരെയാക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പണത്തിൻ്റെ പൈസയുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. പല്ലെടുത്ത് കളയാതിരിക്കാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. പ്രായമായി വരുന്തോറും നമുക്ക് ചവയ്ക്കാനൊക്കെ പല്ലുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ നോക്കുക. ഫുഡൊന്നും പല്ലിനകത്ത് കയറിയിരിക്കാനോ നമ്മൾ ദിവസവും 2 നേരം പല്ല് തേക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഉടൻ പല്ല് തേക്കുക. ഈ പല്ലിൻ്റെ ഇടയിൽ കയറി ഫുഡ് ഇരിക്കുമ്പോഴാണ് ഈ പല്ലുവേദനയും കേടുമൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ നാം സൂക്ഷിച്ച് നാം മുമ്പോട്ട് പല്ലിനെ വൃത്തിയായിട്ടും ആരോഗ്യമുള്ള പല്ലായിട്ടും മുമ്പോട്ട് കൊണ്ടുപോവുക. ഒരു പല്ലെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഒരു പല്ല് കുറയും. നമ്മൾ സ്വന്തം വെക്കുന്ന പല്ല് നമ്മുടെ സ്വന്തം പല്ല് പോലെ ആകത്തില്ല. അതുകൊണ്ട് പല്ലെടുത്ത് കളയാതെ പല്ലിനെ കെയർ ചെയ്ത് നമ്മൾ സൂക്ഷിച്ചെടുക്കുക. ഇപ്പോൾ പല്ലുവേദനയ്ക്ക് എല്ലാവരും മരുന്ന് ഉപയോഗിക്കുക. പല്ലുവേദന വരാതെ നാം കഴിവതും ബ്രഷ് ചെയ്ത് നാം പല്ലിനെ സൂക്ഷിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കൂടിയുള്ളതാണ് പറയുന്നത്. ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം.